ബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് സന്തോഷ് ദില്ലിയിൽ നിന്നും. സന്തോഷ്, എത്ര ശതമാനമാണ് ഇതുവരെ പോളിംഗ് രേഖപ്പെടുത്തിയത്? പ്രദീപ്, 31 മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പ് നടന്നത്. ഇതിൽ ഇപ്പോൾ 79% പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് അവസാനമായി ലഭ്യമാകുന്ന വിവരം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ 31 നിയോജക മണ്ഡലങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ മിക്ക മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ അരങ്ങേറി എന്നുള്ളതാണ് രണ്ടാം ഘട്ടത്തിൽ നടന്ന പോളിംഗിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇപ്പോൾ തന്നെ 1000-ലധികം പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ചും CPM പ്രവർത്തകർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ബൂത്തിലിരിക്കുന്ന ബൂത്ത് ഏജന്റുമാർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ആക്രമണമുണ്ടായി. അതോടൊപ്പം തന്നെ വോട്ട് ചെയ്യാനെത്തിയ വോട്ടർമാരെ തടഞ്ഞു വെക്കുകയും ബോംബേർ ഉൾപ്പെടെയുള്ള അക്രമ സംഭവങ്ങളും വിവിധ സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമായ സൂര്യകാന്ത് മിശ്രയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. സൂര്യകാന്ത് മിശ്രയെ സ്വന്തം മണ്ഡലമായ നാരായൺഗറിൽ പോളിംഗ് സ്റ്റേഷൻ സന്ദർശിക്കാനെത്തിയപ്പോൾ ഒരു സംഘം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു വെക്കുകയും ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. അതോടൊപ്പം തന്നെ പശ്ചിമ മേദിനിപൂർ ജില്ലയിലും ബർദ്വാൻ ജില്ലയിലുമാണ് പരക്കെ ആക്രമണമുണ്ടായത്. കേശവ്പൂർ, ഗാർബറ്റ, ജമുറിയ, റാണിഗഞ്ച്, പന്തമേശ്വർ എന്നീ നിയോജക മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ അതിക്രമങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ CPIM-ഉം കോൺഗ്രസും തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട്. ഇരു പാർട്ടികളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ള ആരോപണവും ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ പ്രമുഖരായ സ്ഥാനാർത്ഥികളും ജനവിധി തേടി എന്നുള്ളതാണ് പശ്ചിമ ബംഗാളിലെ പ്രത്യേകത. പ്രതിപക്ഷ നേതാവ് സൂര്യകാന്ത് മിശ്ര ഈ നാരായൺഗഡ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടി. അതോടൊപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവായ മാനസ് ബുനിയയും BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷും ഈ ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഏതായാലും പോളിംഗ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പ്രദീപ്. കനത്ത സുരക്ഷ ബംഗാളിൽ പല സ്ഥലങ്ങളിലും ആക്രമണവും നടക്കുകയുണ്ടായി. സന്തോഷ് ദില്ലിയിൽ നിന്നും. അസമിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് വരാം. ബംഗാളിനെ കൂടാതെ ആസമിലും ഇന്ന് പോളിംഗ് നടന്നു. രണ്ടാം ഘട്ട വോട്ടെടുപ്പാണ് ആസാമിൽ. കനത്ത സുരക്ഷയുടെ നടുവിലായിരുന്നു ആസമിലും രണ്ടാം ഘട്ട പോളിംഗ് നടന്നത്. മനുശങ്കറിലേക്ക് ദില്ലിയിൽ നിന്നും. മനു, എത്രമാത്രം സുരക്ഷയുടെ നടുവിലായിരുന്നു വോട്ടെടുപ്പ്? എത്ര ശതമാനം പോളിംഗ്? ഏതൊക്കെ പ്രമുഖർ രണ്ടാം ഘട്ടത്തിൽ വിധി തേടുന്നു അസമിൽ? പ്രദീപ്, വലിയ രീതിയിലുള്ള മാവോയിസ്റ്റ് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് അസമിൽ ഒരുക്കിയിരുന്നത്. 12699 ബൂത്തുകളിൽ 61 മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 525 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. ജനവിധി തേടിയവരിൽ പ്രമുഖർ AUDF-ന്റെ ബദറുദ്ദീൻ അജ്മൽ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. എന്നാൽ പ്രമുഖമായും ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ചില മണ്ഡലങ്ങളിൽ ഒറ്റപ്പെട്ട രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി എന്നതാണ്. വലിയ രീതിയിൽ BJP ഒപ്പം അസം ഗണ പരിഷത്ത് പ്രവർത്തകർ ബൂത്ത് കൈയടക്കുന്നതിനും മറ്റുമായി ശ്രമിക്കുകയും CRPF ജവാന്മാരുമായി ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ 3 CRPF ജവാന്മാരടക്കം 4 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വലിയ രീതിയിലേക്കുള്ള ഒരു ആക്രമണത്തിലേക്ക് ഇത് വഴിവെച്ചെങ്കിലും കനത്ത സുരക്ഷാ സന്നാഹമാണ് ഈ ആക്രമണങ്ങൾ തടയിടുന്നതിന് സാഹചര്യം ഒരുക്കിയത് എന്ന് പറയേണ്ടി വരും. വലിയ രീതിയിലേക്ക് വോട്ടിംഗ് ശതമാനം ഉയർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. 76% ഇപ്പോൾ അവസാനമായി വോട്ടിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ഉയർന്നേക്കുമെന്ന സാധ്യതകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ വോട്ടിംഗ് ആരംഭിച്ചിരുന്നു. പ്രമുഖമായും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഒപ്പം ഇന്ത്യൻ ബോക്സർ കൂടിയ ശിവ താപ്പ അടക്കമുള്ളവർ വോട്ടിംഗ് രേഖപ്പെടുത്താനായി മണ്ഡലങ്ങളിൽ എത്തിയിരുന്നു. പ്രമുഖമായും BJP, അസം ഗണ പരിഷത്ത് ഒപ്പം ബോഡോ പീപ്പിൾസ് ഫ്രണ്ട് പാർട്ടികൾക്കാണ് മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നതെങ്കിലും പോലും കോൺഗ്രസും വലിയ വിജയപ്രതീക്ഷയിലാണ്. പ്രധാനമായും ബംഗ്ലാദേശി അഭയാർത്ഥികളോടും മുസ്ലിങ്ങളോടും തോട്ടം തൊഴിലാളികളോടും BJP പുലർത്തുന്ന അന്യായമായ രീതിയിലുള്ള പ്രചരണങ്ങളടക്കം തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത്. മുഖ്യമന്ത്രി തരുൺ ഗൊഗോയ് അടക്കമുള്ളവർ ഈ പ്രതീക്ഷയിൽ വിജയം ആവർത്തിക്കാനാകും എന്ന പ്രതീക്ഷയാണ് നിലനിർത്തുന്നത്. നിലവിൽ BJP അധ്യക്ഷൻ അമിത്ഷാ ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സ്മൃതി ഇറാനി അടക്കമുള്ള BJP നേതാക്കൾ ആഴ്ചകളോളം മണ്ഡലങ്ങളിൽ സജീവമായി നിന്ന് പ്രചരണം നടത്തിയിരുന്നു. മാത്രമല്ല കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ളവരും മണ്ഡലങ്ങളിൽ സജീവമായി പ്രചരണം നടത്തിയിരുന്നു. ഇരു വിഭാഗത്തിന്റെയും അഭിമാന പോരാട്ടമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനാൽ തന്നെ രണ്ടാം ഘട്ടം ഇന്ന് അവസാനിക്കുമ്പോൾ 126 മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ആദ്യ
ആദ്യഘട്ടത്തിൽ 70% അടുത്തുള്ള പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. അതിനാൽ തന്നെ 2 ഘട്ടങ്ങളിലും സാമാന്യം ഭേദപ്പെട്ട രീതിയിലുള്ള പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രദീപ്. യെസ്, അസമിലും 2ാം ഘട്ട വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ മനുശങ്കർ ദില്ലിയിൽ നിന്നും. കൊയിലാണ്ടി അടക്കമുള്ള കേരളത്തിലെ പ്രചാരണ രംഗത്തേക്ക് വരാം. കോഴിക്കോട്ടെ കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം പ്രചാരണ പ്രവർത്തനങ്ങളിൽ കൊയിലാണ്ടി സജീവമാണ്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി LDF സ്ഥാനാർത്ഥി വോട്ട് തേടുമ്പോൾ കൊയിലാണ്ടിയിൽ വർഷങ്ങൾക്ക് ശേഷം മാറ്റം വേണമെന്ന മുദ്രാവാക്യമാണ് UDF ഉന്നയിക്കുന്നത്. മേഘമാധവനിലേക്ക്. ജനപ്രിയനായ MLA എന്നതിന് ഒപ്പം തന്നെ ഇവിടുത്തുകാർക്ക് പ്രിയപ്പെട്ട വ്യക്തി കൂടിയാണ് കെ ദാസൻ. കൊയിലാണ്ടിയുടെ മുഖച്ഛായ മാറ്റാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ ഇവിടെ കെ ദാസൻ നേരിടാൻ പോകുന്നത്. കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ താൻ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ നിരത്തിയാണ് നിലവിലെ MLAയും LDF സ്ഥാനാർത്ഥിയുമായ കെ ദാസന്റെ പ്രചാരണം പുരോഗമിക്കുന്നത്. രാവിലെ 5 മണിക്ക് നടക്കാനിറങ്ങുന്നത് മുതൽ തന്റെ പ്രചാരണം ആരംഭിക്കുന്നതായി കെ ദാസൻ തന്നെ പറയുന്നു. കൊയിലാണ്ടി മണ്ഡലത്തിലെ ആർക്കും കെ ദാസനെ ഒരു പരിചയപ്പെടുത്തലിന്റെയും ആവശ്യമില്ല. കല്യാണ വീടുകൾ ഉൾപ്പെടെ വീടുകളിലും മറ്റുമായി പൊള്ളുന്ന ചൂടിനെയും മറികടന്ന് പ്രചാരണ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ് കെ ദാസൻ. ആത്മവിശ്വാസത്തിന്റെ ചിരിയുമായാണ് പ്രചാരണ തിരക്കിനിടയിൽ കെ ദാസൻ ഞങ്ങളോട് സംസാരിച്ചത്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കടലോരത്തെ മത്സ്യത്തൊഴിലാളികൾ തീരദേശത്താണ്. 32 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഈ കടലോരമാണ്. ആ കടലോരത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ ഞാൻ ആ രംഗത്ത് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ തന്നെയാണ്, സജീവമായി. ഞാൻ മത്സ്യത്തൊഴിലാളി മേഖലയിൽ അതിൻ്റെ പ്രസിഡൻ്റായി, ജില്ലാ പ്രസിഡൻ്റായിട്ട് ദീർഘകാലമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ അവരുടെ എല്ലാ വിഷമങ്ങളും ഞാൻ നേരിട്ട് അറിയുകയും ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ചുമതലയുടെ ഭാഗമായി ഞാനിതുവരെ സ്വീകരിച്ചിട്ടുണ്ട്. അതെനിക്ക് നല്ല അനുകൂലമായ ഘടകം കടലോരത്തുണ്ടാക്കിയതാണ്. രാവിലെ എൻ്റെ പ്രചരണം എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് 5 മണിക്ക് എഴുന്നേറ്റ് സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ പ്രചരണം 5 മണിക്ക് തന്നെ ആരംഭിക്കുന്നുണ്ടെങ്കിലും കൃത്യമായി ഒരു 8 മണിക്ക് ശേഷമാണ് വീടുകളിലും അതുപോലെ തന്നെ കോളനി പ്രദേശങ്ങളിലും ഈ മത്സ്യബന്ധന മേഖലയിലെല്ലാം എത്തിച്ചേരുന്നത്. അത് ഞാൻ 8 മണി മുതൽ രാത്രി ഒരു ഇന്നലെ 11:30 വരെ ഞാൻ തുറന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലെ വിവാദങ്ങളിൽ ഉൾപ്പെടെ ഏറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് മണ്ഡലത്തിൽ കോൺഗ്രസിന്. N. സുബ്രഹ്മണ്യനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ നിന്ന് തന്നെ അസ്വാരസ്യങ്ങൾ പുറത്തുവന്നിരുന്നു. എന്നാൽ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തതായും തന്റെ വിജയം സുനിശ്ചിതമാണെന്നും N. സുബ്രഹ്മണ്യം പറയുന്നു. പരമാവധി ആളുകളെ നേരിട്ട് കാണുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. സമാനതകളില്ലാത്ത വികസനങ്ങൾ നടത്തിയൊരു ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ഒരു തുടർ ഗവൺമെൻറ് കേരളത്തിലുണ്ടാകുന്നതിന് വേണ്ടി കൊയിലാണ്ടിയിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കണം. ഏതായാലും വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ പൊള്ളുന്ന വെയിലിനെയും മറികടന്ന് തെരഞ്ഞെടുപ്പ് ചൂടിന്റെ തീവ്രതയിലാണ് സ്ഥാനാർത്ഥികളും ഒപ്പം അണികളും. ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. കൊയിലാണ്ടിയിൽ നിന്ന് തലസ്ഥാന ജില്ലയിലെ അരുവിക്കര നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്തിയാൽ സുനിൽ അരുമാനൂർ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരുവിക്കര നിയോജക മണ്ഡലത്തിൽ വാശിയേറിയ പോരാട്ടമായിരിക്കും നടക്കുക. LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും ശക്തന്മാരായത് തന്നെയാണ് ഇതിന് കാരണം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ G. കാർത്തികേയൻ 10,674 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതാണ് അരുവിക്കര നിയോജക മണ്ഡലം. G. കാർത്തികേയന്റെ വിയോഗത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ G. കാർത്തികേയന്റെ മകൻ KS. ശബരിനാഥൻ 10,128 വോട്ടുകളുടെ ഭൂരിപക്ഷവുമായി മണ്ഡലത്തിൽ വീണ്ടും കോൺഗ്രസ് കൊടി പാറിച്ചു. ഒരു തെരഞ്ഞെടുപ്പ് കൂടി വന്നതോടെ അരുവിക്കര നിയോജക മണ്ഡലം വീണ്ടും കേരളത്തിലെ സജീവ രാഷ്ട്രീയ ചർച്ചാ കേന്ദ്രമാവുകയാണ്. തലസ്ഥാന ജില്ലയുടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായ ജനനേതാവായ അഡ്വക്കേറ്റ് A. റഷീദാണ് ഇക്കുറി അരുവിക്കരയിൽ ഇടതുപക്ഷത്തിന്റെ സാരഥി. പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ഒട്ടേറെ അനുഭവ സമ്പത്തിന്റെ ഉടമയുമായ അഡ്വക്കേറ്റ് A. റഷീദ് വോട്ടർമാർക്കിടയിൽ ഇതിനോടകം സജീവ സാന്നിധ്യമായിരിക്കുന്നു. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കും കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകുന്ന LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A. റഷീദ് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. UDFന്റെ 25 വർഷക്കാലത്ത് ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വെറും കൊള്ളയായിരുന്നു എന്നത് ജനങ്ങൾ തിരിച്ചറിയുകയാണ്. സംസ്ഥാനത്ത് ഒരുപക്ഷെ ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയേറെ അവഗണന നേരിടുന്ന ഒരു മണ്ഡലമുണ്ട്, വേറെ നോക്കിയാൽ കാണാൻ കഴിയുന്നതല്ല. ഒരു സർക്കാർ കോളേജ് പോലും ഈ പ്രദേശത്തില്ല. ആദിവാസി മേഖലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി അടക്കം ആദിവാസി മേഖലയിൽ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് പറഞ്ഞു. അവർക്ക് പട്ടയം കിട്ടാനുള്ള നടപടി പോലും സ്വീകരിച്ചിട്ടില്ല.
UDFന്റെ സ്ഥാനാർത്ഥിയായ KS ശബരിനാഥൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മണ്ഡലത്തിൽ തുടക്കമിട്ടു. നേരത്തെ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർ പ്രവർത്തനമെന്ന മുദ്രാവാക്യവുമായാണ് ശബരിനാഥൻ ഇക്കുറി വോട്ടർമാരെ സമീപിക്കുന്നത്. അവിടെ വിദ്യാഭ്യാസ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനോടൊപ്പം പുതിയ രീതിയിലുള്ള ആശയങ്ങൾ തൊഴിൽ മേഖലകളാവട്ടെ വിദ്യാഭ്യാസത്തിലാവട്ടെ അതിലൊക്കെ ഊന്നി നിന്നുകൊണ്ടായിരിക്കും അടിസ്ഥാന സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തി അതിൽ നിന്നുകൊണ്ട് പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള ഒരു വോട്ടായിരിക്കും UDF സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഞാൻ ചോദിക്കുന്നത്. ഇടതു വലതു മുന്നണികളെ മാറി മാറി തുണച്ചിട്ടുള്ള വോട്ടർമാരുള്ള മണ്ഡലമാണ് അരുവിക്കര നിയോജക മണ്ഡലം. നേരത്തെ ഘടകകക്ഷികളുടെ കയ്യിലായിരുന്ന സീറ്റ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലാണ് CPMന്റെ കൈകളിലേക്ക് വന്നത്. ഏതായാലും ഇക്കുറി തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടം നടക്കുമ്പോൾ സ്ഥാനാർത്ഥിയുടെ വിജയപരാജയത്തിന് നിർണായക ഘടകമാകുന്നത് ഇവിടുത്തെ ജാതി സമവാക്യത്തിൽ നിന്ന് ലഭിക്കുന്ന വോട്ടുകൾ തന്നെയായിരിക്കും. ക്യാമറവുമൺ ഷാജിലയ്ക്കൊപ്പം സുനിൽ അരിമാൻ. ഇടവേളയ്ക്ക് ശേഷം മലപ്പുറത്തെ പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലം. മലപ്പുറത്തെ പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലം 3 പതിറ്റാണ്ട് കാലം മുസ്ലിം ലീഗിന്റെ കുത്തക, ആ കുത്തക തകർത്ത ആത്മവിശ്വാസമുള്ള ശശികുമാർ സ്ഥാനാർത്ഥി LDFും UDFും പ്രചരണ രംഗത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു? KT സ്വാലിഹിലേക്ക്. പെരിന്തൽമണ്ണ നഗരസഭയും 5 പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് മണ്ഡലം. നഗരസഭയിലും 3 പഞ്ചായത്തുകളിലും ഭരണം LDFന്. കണക്കുകളിൽ ഇടതുപക്ഷത്തിന് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലം. 3 പതിറ്റാണ്ടുകാലം UDF കുത്തകയാക്കിയ മണ്ഡലം പിടിച്ചെടുക്കാൻ 2006-ൽ CPIM നിയോഗിച്ചത് V ശശികുമാറിനെയായിരുന്നു. 2011-ൽ പക്ഷേ മഞ്ഞളാംകുഴിയലി മണ്ഡലം വീണ്ടും വലതുകോട്ടയിലെത്തിച്ചു. മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളും മുന്നണി തർക്കങ്ങളും എണ്ണിപ്പറഞ്ഞ് ശശികുമാർ കളത്തിലിറങ്ങിയതോടെ ഇടതിന് ആവേശമായി. LDF ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിന് കീഴിൽ മലബാർ പാക്കേജിൽ ഉൾപ്പെടുത്തി ആരംഭിക്കുകയോ ടോക്കൺ പ്രൊവിഷൻ വയ്ക്കുകയോ ചെയ്ത വികസന പദ്ധതികളല്ലാതെ പുതിയ ഒരു പദ്ധതിക്കും തുടക്കം കുറിക്കാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിന് കീഴിൽ കഴിഞ്ഞിട്ടില്ല. മണ്ഡലത്തിലെ പ്രമുഖരെ കണ്ട് വോട്ടുറപ്പിക്കുന്നതിന്റെ തിരക്കിലാണ് V ശശികുമാർ. ആദ്യ പര്യടനം പൂർത്തിയായി കഴിഞ്ഞു. മണ്ഡലത്തിൽ ആവേശം. മന്ത്രി മഞ്ഞളാംകുഴിയലിയാണ് ശശികുമാറിന്റെ എതിരാളി. അങ്ങാടിപ്പുറം മേൽപ്പാലം വന്നതും റോഡ് നവീകരിച്ചതും താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയാക്കിയതുമാണ് അലി നേട്ടമായി പറയുന്നത്. പക്ഷേ ലീഗിലെ വിഭാഗീയത അലിക്ക് തിരിച്ചടിയുണ്ടാക്കുമെന്ന് UDF കരുതുന്നു. സഖാവ് EMSന്റെ നാട്ടിൽ പുതുതലമുറക്ക് സഖാവെന്നാൽ V ശശികുമാർ മാത്രമാണ്. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടും പരിഹരിച്ചും ശശികുമാർ എന്നും പെരിന്തൽമണ്ണക്കാർക്കൊപ്പമുണ്ടായിരുന്നു. കടുത്ത മത്സരം പ്രതീക്ഷിക്കുന്ന മണ്ഡലത്തിൽ നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഇടതുപക്ഷവും ശശികുമാറും കളത്തിലിറങ്ങിയിരിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. മലപ്പുറത്തെ പെരിന്തൽമണ്ണയിൽ നിന്ന് കണ്ണൂരിലെ തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്തിയാൽ പ്രചാരണം ആവേശത്തിൽ ആകുമ്പോൾ തലശ്ശേരി എത്രമാത്രം തെരഞ്ഞെടുപ്പ് ചൂടിലാണ്? PV ജോഷ്ടിയിലേക്ക്. എന്നും ഇടതുപക്ഷത്തോടൊപ്പം നിന്ന മണ്ഡലമാണ് തലശ്ശേരി മണ്ഡലം. ജസ്റ്റിസ് VR കൃഷ്ണയ്യരും സുകുമാർ അഴീക്കോടും കോടിയേരി ബാലകൃഷ്ണനും EK നായനാറുമെല്ലാം മത്സര രംഗത്തിറങ്ങിയ മണ്ഡലം. ഇത്തവണ ഇടതുപക്ഷത്തു നിന്ന് AN ഷംസീറും വലതുപക്ഷത്തു നിന്ന് AP അബ്ദുള്ളക്കുട്ടിയുമാണ് മത്സരരംഗത്തിറങ്ങുന്നത്. ക്രിക്കറ്റും സർക്കസും രാഷ്ട്രീയവും ഒരുപോലെ പ്രിയമാണ് തലശ്ശേരിക്ക്. മുഖ്യമന്ത്രിയടക്കം 4 മന്ത്രിമാരെ നിയമസഭയിലേക്ക് അയച്ച മണ്ഡലം കൂടിയാണിത്. 1957-ലെ പ്രഥമ തെരഞ്ഞെടുപ്പിൽ VR കൃഷ്ണയ്യർ വിജയിച്ചതോടെ ഇടതുമുന്നണി ജൈത്രയാത്ര തലശ്ശേരിയിൽ ആരംഭിച്ചു. പാട്ടിൻ ഗോപാലൻ കൽത്തുറുങ്കിൽ നിന്നും ജയിച്ചതടക്കം എന്നും ചരിത്രത്തിൽ ഇടം നേടിയ തെരഞ്ഞെടുപ്പായിരുന്നു തലശ്ശേരി മണ്ഡലത്തിലേത്. തലശ്ശേരി നഗരസഭയും ചൊക്ലി, പന്നിന്നൂർ, ന്യൂമാഹി, എരഞ്ഞോളി, കതിരൂർ പഞ്ചായത്തുകളും ചേർന്നതാണ് തലശ്ശേരി മണ്ഡലം. ഇവയെല്ലാം ഭരിക്കുന്നതും ഇടതുമുന്നണിയാണ്. ഇക്കുറി മണ്ഡലം നിലനിർത്താൻ ഇടതുപക്ഷത്തു നിന്നും DYFI സംസ്ഥാന പ്രസിഡന്റ് AN ഷംസീറിനെയാണ് മുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത്. SFIയിലൂടെ രാഷ്ട്രീയ രംഗത്തിറങ്ങിയ ഷംസീർ SFI ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തന പരിചയമുള്ള വ്യക്തിത്വമാണ്. ഷംസീർ വോട്ടഭ്യർത്ഥിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണം 2 ഘട്ടം പൂർത്തിയാകാൻ പോവുകയാണ്. വളരെ നല്ല പ്രതികരണമാണ് ജനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, UDF വിരുദ്ധ വികാരം പൊതുവിൽ കേരളത്തിലും അതുപോലെ തന്നെ തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിലുമുണ്ട്. വിദ്യാഭ്യാസ മേഖല തകർത്തത്, ആരോഗ്യം തകർത്തത്, ജനവിരുദ്ധമായ ഒരുപാട് നയങ്ങൾ, ഇങ്ങനെ ജനവിരുദ്ധ നയങ്ങളും അഴിമതിയുമാണ് തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചയാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പൊതുരാഷ്ട്രീയം ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ആ വികസനവും പ്ലസ് ജനവിരുദ്ധ രാഷ്ട്രീയവും എല്ലാം ഒത്തുചേരുമ്പം LDF ചരിത്ര ഭൂരിപക്ഷത്തോടെ ഇത്തവണ തലശ്ശേരി അസംബ്ലി ജയിച്ചു പോകും.
മണ്ഡലം പിടിക്കാൻ UDF ഇറക്കിയിരിക്കുന്നത് AP അബ്ദുള്ളക്കുട്ടിയെയാണ്. MP, MLA എന്നീ നിലകളിൽ പ്രവർത്തിച്ച അബ്ദുള്ളക്കുട്ടിയും വോട്ടഭ്യർത്ഥനയുടെ തിരക്കിലാണ്. ഇവിടെ നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കും. നിന്നടിക്കെല്ലാം ജയിച്ച ഒരാളാണ് ഞാൻ. ഇവിടെയും ജയിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്നും ചരിത്രം സൃഷ്ടിച്ച മണ്ഡലമാണ് തലശ്ശേരി. AN ഷംസീറിന്റെ ജയം അബ്ദുള്ളക്കുട്ടിയുടെ ആദ്യ തോൽവിയുടെ ചരിത്രമായിരിക്കും രേഖപ്പെടുത്തപ്പെടുക. മറിച്ചായാൽ അത് മണ്ഡലത്തിന്റെ ചരിത്രത്തിന്റെ തിരുത്തലുമാവും. കോടതി കയറിയ 60-ലെ തെരഞ്ഞെടുപ്പിൽ VR കൃഷ്ണയ്യർ 10 വോട്ടിന് ജയിച്ചു കയറിയതും ചരിത്രം. മണ്ഡലത്തിൽ നിന്നും 1996-ലെ ഉപതെരഞ്ഞെടുപ്പിൽ 24,501 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് EK നായനാർ മുഖ്യമന്ത്രിയായത്. 1965-ൽ പാട്ടിൻ ഗോപാലൻ കൽത്തുറുങ്കിൽ നിന്നും നേടിയ ഭൂരിപക്ഷം 8,219 വോട്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 26,501 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് കോടിയേരി ബാലകൃഷ്ണൻ മണ്ഡലത്തിൽ ജയിച്ചു കയറിയത്. മണ്ഡലത്തിന്റെ വിജയചരിത്രമെടുത്താൽ ഭൂരിപക്ഷം ഇനിയും വർദ്ധിപ്പിക്കുക മാത്രമാണ് ഇപ്പോൾ ഇടതുമുന്നണിയുടെ ലക്ഷ്യം. ഇടതുമുന്നണിക്ക് ഇത് കോട്ട നിലനിർത്താനുള്ള പോരാട്ടമാണ്. വലതുമുന്നണിക്ക് കോട്ട പിടിച്ചടക്കാനുള്ള പോരാട്ടവും. ഇരു സ്ഥാനാർത്ഥികളും കടുത്ത വേനൽച്ചൂടിലും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. നാളത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി വീണ്ടും ഇതേ സമയം.